4th സ്റ്റാൻഡേർഡിലെ 13th ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ ചെയ്തുകൊണ്ട് അരിത്മെറ്റിക് മീൻ കാണുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാം. ഇവിടെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 30 കുട്ടികളുടെ മാത്സ് എക്സാമിൻ്റെ മാർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടോട്ടൽ മാർക്ക് 100-ലായിരുന്നു, 100-ലായിരുന്നു. അതിൽ 10 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 20 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 36 മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്, 40 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്. അങ്ങനെ ടോപ്പ് കിട്ടിയിരിക്കുന്നത് 95 ആണ്, അതൊരു കുട്ടിക്കാണ്. 95യുടെ മുകളിലേക്കായിരിക്കും മാർക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും ചെറിയ മാർക്ക് 10 ഏറ്റവും വലിയ മാർക്ക് 95. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 10 മാർക്ക് തുടങ്ങി 95 മാർക്ക് വരെ കിട്ടിയ കുട്ടികളുണ്ട്. എത്ര മാർക്കാണ് ആവറേജ് മാർക്ക് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് മീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മീനിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആവറേജ് തന്നെ. 10നും 95നും ഇടയ്ക്കുള്ള ഒരു ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മളിത് ആദ്യം ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് നമുക്ക് പഠിക്കാം. സാധാരണ നമ്മുടെ ഈ ഒന്നാമത്തെ എക്സാമ്പിളിൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാത്തൊരു ഫ്രീക്വൻസി തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ടാവും. എന്തായാലും ഇത് നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണമെന്ന് ഒന്ന് പഠിക്കാം. നമുക്കിവിടെ ഡാറ്റ മാത്രം മതി, അതുകൊണ്ട് അത് മാത്രം ഞാനിങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഏറ്റവും കുറവ് മാർക്ക് 10 ആണ്, ഏറ്റവും കൂടുതൽ മാർക്ക് 95 ആണ്. ആദ്യത്തെ കോളം ഇവിടെ എന്താ എഴുതേണ്ടത്? ഇതിൻ്റെ പേരാണ് ക്ലാസ് ഇൻ്റർവെൽ. ഇതിൻ്റെ പേരാണ് ക്ലാസ് ഇൻ്റർവെൽ. ഈ തന്നിരിക്കുന്ന മാർക്കുകളെ വിവിധ ക്ലാസ് ഗ്രൂപ്പുകളാക്കാൻ പോകണം. ഞാൻ 10 മുതൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 10 മുതൽ 25 വരെ ഒരു ഗ്രൂപ്പാക്കാൻ പോകണം. 10 മുതൽ 25 വരെ മാർക്ക് കിട്ടിയത്, അതേപോലെ 25 മുതൽ 40 വരെ കിട്ടിയത് വേറൊരു ഗ്രൂപ്പ്, 40 മുതൽ 15 ആഡ് ചെയ്താൽ പോകുന്നത് 55 വരെ ഒരു ഗ്രൂപ്പ്, 55 മുതൽ 70 വരെ ഒരു ഗ്രൂപ്പ്, 70 മുതൽ 15 ആഡ് ചെയ്യുമ്പോൾ 85 ഒരു ഗ്രൂപ്പ്, 85 മുതൽ 15 ആഡ് ചെയ്യുമ്പോൾ 100 മാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇനി അഥവാ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കോളം കൂടി വേണമായിരുന്നു, 100 to 115 വേണമായിരുന്നു. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഇതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: 10 മാർക്ക് തുടങ്ങി 25ന് തൊട്ട് താഴെ വരെ കിട്ടിയ എത്ര പേരുണ്ട് അതിവിടെ എഴുതണം. അതിനെ നമ്മൾ എഴുതുന്ന പേര് ഫ്രീക്വൻസി എന്നാണ്. അതിന് നമ്മൾ എഴുതുന്ന പേര് ഫ്രീക്വൻസി. നമുക്കിവിടെ എഴുതാം ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ FI എന്നാണ് നമ്മൾ പറയാറ്. എന്താണ് പറയാറ്? FI. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എഴുതി. ഇനി ഫ്രീക്വൻസി എഴുതാൻ പോവുകയാണ്. 10 മാർക്ക് മുതൽ 25ൻ്റെ തൊട്ട് താഴെ കിട്ടിയവർ വരും. 25 മാർക്ക് കിട്ടിയവരെ ഇവിടെ എത്താൻ പാടുള്ളൂ. അതാണ് 10ന് 10 മുതൽ 10 തുടങ്ങി ഫ്രം 10 ജസ്റ്റ് ബിലോ 25. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇയാളെപ്പെടുത്താൻ ഒരാളുണ്ട്, 20 മാർക്ക് കിട്ടിയ ഒരാളുണ്ട്, ഇത് വലുതാണ്. അപ്പോൾ 2 പേരാണ് 10 to 25 ഗ്രൂപ്പിൽ മാർക്ക് വാങ്ങിയ ആളുകൾ. 10 to 25 ഗ്രൂപ്പിൽ മാർക്ക് വാങ്ങിയത് 2 പേരാണ്. ഇനി 25 to 40, 25 മുതൽ എന്ന് പറയുമ്പോൾ ഇത് വിടും. 40 കിട്ടിയ ആളെ ഇവിടെ പെടുത്താൻ പാടില്ല. ഇതിൻ്റെ മീനിങ് 25 തുടങ്ങി 40ൻ്റെ തൊട്ട് താഴെ വരെ കിട്ടിയവരെന്നാണ്. 40 മാർക്ക് കിട്ടിയവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഇത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 3 എന്ന് എഴുതി. അടുത്ത നോക്കൂ, 40 to 55, 40 മാർക്ക് മുതൽ 55യുടെ തൊട്ട് താഴെ വരെയും കിട്ടിയവർ. അപ്പോൾ 40 മാർക്ക് മുതൽ എന്ന് പറയുമ്പോൾ ഇത് വിടാം, ഇത് 56 ആയിപ്പോയി. അപ്പോൾ 7 ഉണ്ട്, 7 കുട്ടികളുണ്ട്, അത് ഇവിടെ എഴുതി. അടുത്തത് 55 to 70, 56 ഇതെടുക്കാൻ പറ്റില്ല. അതായത് 55 തുടങ്ങി 70യുടെ തൊട്ട് താഴെ വരെ, അപ്പോൾ 70 എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 6. ഓക്കെ, അത് നമുക്കിവിടെ എഴുതാം 6. ഇനി 70 മാർക്ക് മുതൽ 85യുടെ തൊട്ട് താഴെ വരെ, 70 മാർക്ക് മുതൽ ഇതെടുക്കാൻ പറ്റില്ല. ഇത് 80, ഇതെടുക്കാം, ഇത് 88 ആണ്. 85ൻ്റെ തൊട്ട് താഴെ വരെ എടുക്കാം. അപ്പോൾ 4 എടുക്കാം, 70 കിട്ടിയ ആളെടുക്കാം, 72 കിട്ടിയ ആളെടുക്കാം, 80 എടുക്കാം. ഓക്കെ, ഞാൻ 85 ആണെന്ന് ഓർത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ 5 + 1 6, 6 കുട്ടികൾക്ക് ഈ റേഞ്ചിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 85 മാർക്ക് മുതൽ 100ൻ്റെ തൊട്ട് താഴെ വരെ കിട്ടിയവർ, ഇപ്പോൾ 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. നോക്കൂ, ക്ലാസ് ഇൻ്റർവെൽ, ഫ്രീക്വൻസി. ഗ്രൂപ്പ് ചെയ്യാത്തൊരു സാധനം എങ്ങനെ ഗ്രൂപ്പ് ചെയ്യണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി അടുത്തൊരു കോളമുണ്ട്, അതിൻ്റെ പേരാണ് ക്ലാസ് മാർക്ക്. ഈ കോളത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് മാർക്ക്. ഓക്കെ, ക്ലാസ് ഇൻ്റർവെൽ, ഫ്രീക്വൻസി, പിന്നെ വരുന്ന കോളമാണ് ക്ലാസ് മാർക്ക്. ഫ്രീക്വൻസിനെ നമ്മൾ FI എന്നാണ് പറയുന്നത്, ക്ലാസ് മാർക്കിനെ നമ്മൾ XI എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലാസ് മാർക്ക്? ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതേണ്ട ക്ലാസ് മാർക്ക്. നോക്കൂ മക്കളെ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
അത് ആഡ് ചെയ്യുമ്പോൾ 35. 35ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 17.5 ആണ്. അതാണ് ഇവിടുത്തെ ക്ലാസ് മാർക്ക്. ഇതും അതുപോലെ തന്നെ എഴുതും. ദാ ലോവർ ലിമിറ്റ് 25, അപ്പർ ലിമിറ്റ് 40, അത് ആഡ് ചെയ്യുമ്പോൾ 65 എന്ന് കിട്ടും. അതിൻ്റെ പകുതി 32.5. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് എഴുതണം. ഇതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ ക്ലാസ് ഹൈറ്റ് എല്ലാം 15 ആഡ് ചെയ്താണ് നമ്മൾ വന്നിരിക്കുന്നത്. 10നോട് 15 ആഡ് ചെയ്ത് 25, 25നോട് 15 ആഡ് ചെയ്ത് 40, 40നോട് 15 ആഡ് ചെയ്ത് 55, അങ്ങനെ കറക്റ്റ് 15 ആഡ് ചെയ്താണ് പോന്നിരിക്കുന്നത്. അതായത് കറക്റ്റ് ക്ലാസ് ഹൈറ്റ് ആണ്. എല്ലാ ക്ലാസ് ഹൈറ്റും 15 ആണ് എങ്കിൽ ആദ്യത്തേത് മാത്രം കണ്ടുപിടിക്കുക 17.5. പിന്നെ ഇതിനോട് ഒരു 15 ആഡ് ചെയ്യുമ്പോൾ 32.5 ആകും. ഇതിനോടൊരു 15 ആഡ് ചെയ്താൽ 47.5 ആവും. ഇതിനോടൊരു 15 ആഡ് ചെയ്താൽ 62.5 ആകും. ഇതിനോടൊരു 15 ആഡ് ചെയ്താൽ 77.5 ആകും. ഇതിനോടൊരു 15 ആഡ് ചെയ്താൽ 92.5 ആകും. 92.5 ആകും. സെറ്റായി എന്ന് ആയിരിക്കും. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, പകുതി എഴുതുന്നു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ഇതിൻ്റെ ആവറേജാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് എഴുതാനൊരു സൂത്രപ്പണിയാകുമ്പോൾ ആദ്യത്തെ മാത്രം കണ്ടുപിടിക്കുക. ക്ലാസ് ഹൈറ്റ് സെയിം ആണെങ്കിൽ, റിമെമ്പർ ക്ലാസ് ഹൈറ്റ് സെയിം ആണെങ്കിൽ മാത്രം. മിക്കവാറും നമ്മുടെ പ്രോബ്ലം എല്ലാം ക്ലാസ് ഹൈറ്റ് സെയിം ആയിരിക്കും. എന്നാൽ ഇടയ്ക്കൊക്കെ അങ്ങനെ അല്ലാത്ത പ്രോബ്ലം വരും. അപ്പോഴെന്ത് ചെയ്യണമെന്ന് അത് എൻ്റെ ഉദാഹരണം വെച്ച് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇത് പഠിക്കുക. ക്ലാസ് ഹൈറ്റ് സെയിം ആണെങ്കിൽ ആദ്യത്തേത് മാത്രം കണ്ടുപിടിക്കുക. പിന്നെ ആ ക്ലാസ് ഹൈറ്റ് ആഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുക. ഇനി അടുത്ത കോളം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീക്വൻസിയും ക്ലാസ് മാർക്കും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ചെയ്ത ഫ്രീക്വൻസി ടേബിളാക്കി അതിൻ്റെ ഫ്രീക്വൻസി എഴുതി, അതിൻ്റെ ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് ഫ്രീക്വൻസിയും ക്ലാസ് മാർക്കും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അതായത് ഒന്നാമത്തെ ഫ്രീക്വൻസിയും ഒന്നാമത്തെ ക്ലാസ് മാർക്കും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ, രണ്ടാമത്തെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ, മൂന്നാമത്തെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ, അങ്ങനെ പോകും. ഇതാ നോക്കൂ മക്കളെ, 2 × 17.5 എന്ന് പറഞ്ഞാൽ 35, 3 × 32.5 എന്ന് പറഞ്ഞാൽ 97.5. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ കറക്റ്റ് ലെവലൊപ്പിച്ചിങ്ങനെ എഴുതുക. കാരണം നമുക്കിതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതിയാൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് നേരെ എഴുതാൻ ശ്രമിക്കുക. 3 × 32.5 97.5, 7 × ഇത് ചെയ്തപ്പോൾ ഇത് കിട്ടി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. പണിയെടുക്കാതെ നമുക്ക് മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നേരെയാണ് എഴുതിയിരിക്കുന്നത്. പോയിൻ്റുള്ള വാല്യൂവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇല്ല, അതുകൊണ്ട് അവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടൊരു 0 ഇടാം. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടൊരു 0 ഇടാം. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടൊരു 0 ഇടാം. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടൊരു 0 ഇടാം. ഇപ്പോൾ ഡിജിറ്റുകളെല്ലാം ഒരേപോലെയായി. നമ്മളിതെല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഞാനിപ്പോൾ എഴുതാം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേര് സിഗ്മ FI XI എന്നാണ്. കാരണം ഈ വാക്ക് ഇതിങ്ങനെ എഴുതണതിനെ സിഗ്മ, അതായത് സമ്മേഷൻ, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ FI XI ആണ്. FI XI എല്ലാം കൂടി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിഗ്മ FI XI. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1860 എന്നാണ്. ഞാനിപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കറക്റ്റ് നേരെ എഴുതിയിട്ടാണ് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിഗ്മ FI XI നമുക്ക് കിട്ടിയത്, അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടിയത് ഇതാണ്. ഇനി ഇതും എല്ലാം കൂടി ആഡ് ചെയ്തിടണം. FI എപ്പോഴും ആഡ് ചെയ്ത് എഴുതണം. ഫ്രീക്വൻസി നമുക്കറിയാം 30 കുട്ടികളുടെ മാർക്കായിരുന്നു. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 30 കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. സിഗ്മ FI = 30. നോക്കൂ, ഇത് FI ആയിരുന്നു ഈ വാല്യൂ എല്ലാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതിന് സിഗ്മ FIകളെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. ഇത് FI × XI ആയിരുന്നു. അതെല്ലാം കൂടി ആഡ് ചെയ്തതിനാണ് സിഗ്മ FI XI എന്ന് വിളിക്കുന്നത്. ഓർക്കണം, നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലൂടെ മീൻ കാണുന്ന പരിപാടിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫോർമുല ഇതാണ്. അരിത്തമെറ്റിക് മീൻ അതിനെ ഇങ്ങനെ X ബാർ എന്ന് എഴുതും, = സിഗ്മ FI XI / സിഗ്മ FI. ഇതാണ് ഫോർമുല. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് കൊടുക്കാം. എന്താണ് സിഗ്മ FI XI? 1860 ആണ് നമുക്ക് കിട്ടിയത്. 1860. സിഗ്മ FI എന്ന് പറഞ്ഞാൽ 30 ആണ്. അത് താഴെ ഇട്ട് കൊടുക്കുക. 0യും 0യും കട്ട് ചെയ്ത് കളയാം. ഇനി 3 കൊണ്ട് നമുക്കിവിടെ കട്ട് ചെയ്യാം. 3 1 3 1 3 is 3. ഇവിടെ 6 3s are 18. പിന്നെ 6ൽ 2 3s are 6. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ നമുക്ക് കിട്ടിയത് 62 ആണ്. അതായത് ആവറേജ് മാർക്ക് അല്ലെങ്കിൽ മീൻ മാർക്ക് എന്ന് പറയുന്നത് 62 ആണ്. പല മാർക്കുകൾ കിട്ടിയെങ്കിലും 62 ആണ് ഇതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയാവുന്ന വാല്യൂ. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ 4 കോളം: ക്ലാസ് ഇൻ്റർവൽ, ഫ്രീക്വൻസി, ക്ലാസ് മാർക്ക്, ഫ്രീക്വൻസി × ക്ലാസ് മാർക്ക്, പിന്നെ അതിൻ്റെ സമ്മേഷൻ സിഗ്മ FI XI, പിന്നെ ഇതിൻ്റെ സമ്മേഷൻ സിഗ്മ FI. ഫോർമുല സിമ്പിൾ, സിഗ്മ FI XI / സിഗ്മ FI വാല്യൂ കൊടുക്കുക, ആൻസർ കിട്ടുന്നു. റൈറ്റ്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കുക.